ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ റെയിൽ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു എന്ന സ്ഥിതി തുടരുകയാണ്. ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ട 30 വിമാനങ്ങൾ വൈകുകയും 17 വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. നിരവധി ട്രെയിനുകളും വൈകുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ജിൽബിയെ കാണുമ്പോൾ തന്നെ ശൈത്യത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം എങ്ങനെ, അതുപോലെ തന്നെ വ്യോമ റെയിൽ ഗതാഗതമൊക്കെ പാടെ താറുമാറായ അവസ്ഥയാണല്ലേ? തീർച്ചയായും ശരത്, അതായത് ഈ ശൈത്യം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒട്ടും കുറവില്ല എന്ന് പറയാം. വീണ്ടും വീണ്ടും വരും ദിവസങ്ങളിൽ ഇനിയും ശൈത്യം കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ജനജീവിതത്തെ ബാധിച്ച കാര്യം തന്നെയാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നു, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ മൂടൽമഞ്ഞ് കാരണം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ പുറകിലൊക്കെ കാണാമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചപ്പുറം നിൽക്കുന്ന വണ്ടികളോ അല്ലെങ്കിൽ കടകളോ ഒന്നും കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 8:30 അടുത്തു. ഇനി ഈ പകല് പോലും ഈ മൂടൽമഞ്ഞിന് ഒട്ടും ശമനമില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദില്ലിയിലെ സംബന്ധിച്ചിടത്തോളം റെയിൽ വ്യോമഗതാഗതം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ 30 വിമാനങ്ങൾ ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടത് വൈകുന്നു. അതുപോലെ തന്നെ 17 എണ്ണം റദ്ദാക്കിയിരിക്കുന്നു എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 30 ട്രെയിനുകൾ ദില്ലിയിലേക്ക് വരുന്നത് ഇപ്പോൾ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈകുന്നുണ്ട്. അത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടി ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുരിതത്തിലാക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്നലെ തന്നെ കണ്ടതാണ്, ഇത്തരത്തിൽ ഈ വിമാനങ്ങൾ വൈകുന്നതിനെ തുടർന്ന് പൈലറ്റ് നിർദ്ദേശം നൽകിയപ്പോൾ യാത്രക്കാരൻ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പൈലറ്റിനെ മർദ്ദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതാണ്. അത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്നു. അതുപോലെ തന്നെ ദില്ലിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത്. കാരണം കറക്റ്റായിട്ടുള്ള സമയങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. കറക്റ്റ് സമയത്ത് അതുകൊണ്ട് സമയങ്ങൾ പ്രസിദ്ധീകരിക്കണം, മുൻകൂട്ടി തന്നെ ഇത് അറിയിക്കണം, മെസ്സേജിലൂടെയോ വാട്സപ്പിലൂടെയോ. അതുപോലെ തന്നെ ഈ വിമാനങ്ങൾ വൈകുമ്പോൾ, റദ്ദാക്കുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വിമാനത്താവളത്തിൽ തന്നെ ഒരുക്കി കൊടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ DGCA നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഇപ്പോൾ ഈ ശൈത്യം കൂടുന്നുവെന്നല്ലാതെ അതിൽ മറ്റൊരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ദില്ലിനെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരണവും രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. പലയിടങ്ങളിലും 400-ന് മുകളിലാണ് ഇപ്പോഴും വായു ഗുണനിലവാര സൂചിക. ഒപ്പം കാഴ്ച പരിധിയും വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് 5 മീറ്ററിൽ താഴെ, അതുപോലെ തന്നെ 0 എന്ന നിലയിലൊക്കെ കാഴ്ച പരിധിയും കുറഞ്ഞതുകൊണ്ട് ഈ അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദില്ലിയിൽ ഇപ്പോൾ ഈ വഴിയരികിലൊക്കെ നിരവധി ആളുകളാണ് ഈ കിടന്നുറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അവരെ ഷെൽട്ടർ ഹോമുകളിലേക്കൊക്കെ മാറ്റാൻ ഉള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുമുണ്ട്, അവരെ മാറ്റുന്നുമുണ്ട്. ശരത്, ശരി. ഉത്തരേന്ത്യൻ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ റെയിൽ വ്യോമഗതാഗതം ആകെ താറുമാറായ സാഹചര്യവും ഒക്കെ ഈ അതിശൈത്യത്തെ തുടർന്നുണ്ടാകുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ജിൽബി അവിടെ നിന്ന് നേരിട്ട് നമ്മളുമായി പങ്കുവച്ചത്.